ഹായ് ചിൽഡ്രൻ, എല്ലാവർക്കും മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് CBSE 10ാം ക്ലാസ്സിൻ്റെ അമ്മത്തൊട്ടിൽ എന്ന പാഠഭാഗമാണ്. പാഠഭാഗം വായിക്കുന്ന വീഡിയോയും അതിൻ്റെ ആശയവും പ്രതിപാദിക്കുന്ന വീഡിയോയും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇന്ന് MCQ ക്വസ്റ്റ്യൻസ്, അതിൻ്റെ ഓപ്ഷൻസ് ഞാൻ പറയുന്നതല്ല, ചോദ്യവും ഉത്തരവും പറയുന്നതാണ്. പക്ഷേ ഞാൻ ഉത്തരം പറയുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ, ഉത്തരം കിട്ടി എന്ന് തോന്നലുണ്ടായാൽ നിങ്ങൾ പഠിച്ചു. അതേസമയം ഉത്തരം നിങ്ങൾക്ക് ഓർമ്മ വരുന്നില്ല, അതിൻ്റെ ഉത്തരം എനിക്ക് കിട്ടുന്നില്ല എന്നാണ് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നതെങ്കിൽ എന്തു വേണം? പാഠപുസ്തകം വായിക്കുന്ന വീഡിയോയും ആശയം പ്രതിപാദിക്കുന്ന വീഡിയോയും നിങ്ങൾ ശ്രദ്ധാപൂർവം കേട്ട് മനസ്സിലാക്കുക. എന്നിട്ട് വേണം ഈ MCQ ക്വസ്റ്റ്യൻസിൻ്റെ ഈ വീഡിയോ നിങ്ങൾ കേൾക്കാൻ. പിന്നെ ഒരു കാര്യം മറക്കരുത്, ഇത് മുഴുവനായിട്ട് കേൾക്കുക, സ്കിപ്പ് ചെയ്യരുത്. പിന്നെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. എന്നാൽ പിന്നെ നമുക്ക് തുടങ്ങാമല്ലേ. അമ്മത്തൊട്ടിൽ എന്ന പാഠഭാഗം എഴുതിയത് ആരാണ്? റഫീഖ് അഹമ്മദ്. അമ്മ പിൻസീറ്റിൽ ഇരുന്നതെങ്ങനെ? ഓരം ചെരിഞ്ഞ് മടങ്ങി. മാറോട് ചേർത്ത് വച്ചിരുന്നത് എന്ത്? കൈച്ചുള്ളികൾ. നാളേക്ക് വേണ്ടി ഉറങ്ങാൻ ശ്രമിക്കുന്നത് എന്താണ്? തെരുവീഥികൾ. പെരുമാളിൻ്റെ തൊട്ടടുത്തായിട്ട് ഇറക്കാതിരുന്നത് എന്തുകൊണ്ട്? തെരുവു പട്ടി കാരണം. മനസ്സിലൂടപ്പോൾ കടന്നുപോയി. മനസ്സിലൂടെ കടന്നുപോയത് സൂചിപ്രയോഗത്തിൻ നീറ്റൽ. ചുറ്റുമതിലിന് പുറത്തു നിന്നത് ആരാണ്? അമ്മ. കാറ്റൊന്നു കൊള്ളാനിറങ്ങിയതാര്? ആരാണ് കാറ്റൊന്നു കൊള്ളാനിറങ്ങിയത്? ഈശ്വരൻ. ഇന്നും പഴി പറഞ്ഞേക്കും. ആര്? ഭാര്യ. ശല്യപ്പെടുത്തൽ പ്രതിഷ്ഠിച്ചത് എവിടെയാണ്? കോവിലിൽ. അമ്മ ചാഞ്ഞു കിടന്നത് എവിടെ? പിറകിലെ സീറ്റിൽ വലത്തോട്ട്. അമ്മത്തൊട്ടിൽ എന്ന കവിത എഴുതിയത് ആരാണ്? ഒരിക്കൽ കൂടിയ ചോദ്യം. റഫീഖ് അഹമ്മദ്. ഓരം ചെരിഞ്ഞ് മടങ്ങിയിരുന്നമ്മ. എവിടെയാണ് അമ്മ ഇരുന്നത്? പിൻസീറ്റിൽ, കാറിൻ്റെ പിൻസീറ്റിൽ. പിഞ്ഞാണ വർണ്ണമായി മാറിയതെന്ത്? കണ്ണുകൾ. ആരുടെ കണ്ണുകൾ? അമ്മയുടെ കണ്ണുകൾ. അമ്മയുടെ കൈ എന്തിനോടാണ് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത്? ചുള്ളികളോട്. തെരുവ് പട്ടി കുരച്ചു ചാടി കുതിച്ചതെവിടെ? മാളിനടുത്ത്. രാക്കട പ്രവർത്തിച്ചിരുന്നത് എവിടെയാണ്? എവിടെയാണ് പ്രവർത്തിച്ചിരുന്നത്? ജില്ലാശുപത്രിക്കടുത്ത്. കുട്ടി ഏകാന്തത കണ്ണുപൊത്തി കളിച്ചത് എവിടെയാണ്? വിദ്യാലയമുറ്റത്ത്. പൊട്ടിക്കരഞ്ഞും ശടിച്ചും കുതിറിയതും എത്തിയത് ആരാണ്? മകൻ. അമ്മ വയറ്റത്തു പറ്റിക്കിടക്കുന്ന ചൂട് ഓർമ്മിപ്പിച്ചതെപ്പോൾ? തണുത്ത ചില്ലുയർത്തിയപ്പോൾ. മങ്ങിപ്പഴകിയ പിഞ്ഞാണ വർണ്ണമായി എന്ന കവിതയിൽ പറയുന്നത് എന്തിനെയാണ്? അമ്മയുടെ കണ്ണുകൾ. അന്നത്തെ സൂചിപ്രയോഗത്തിൻ്റെ നീറ്റൽ പോലൊന്ന് മനസ്സിലൂടപ്പോൾ കടന്നുപോയി. ഈ വരികളിൽ സൂചിതമാകുന്ന ഭാവം എന്താണ്? മകൻ്റെ കുറ്റബോധമാണ്. ഇന്നും പഴി പറഞ്ഞേക്കും, മടങ്ങാതെ വയ്യ, തലയ്ക്കകത്തെന്തോ പെരുക്കുന്നു. ആരെയാണ് പഴി പറയുന്നത്? ഭാര്യ ഭർത്താവിനെ. എന്തിനാണ് പഴി പറയുന്നത്? അമ്മയെ ഉപേക്ഷിക്കാത്തതിന്, അല്ലേ? എവിടെ നിന്നാണ് മടങ്ങേണ്ടത്? കോവിലിന് മുന്നിൽ നിന്ന്. ഈ വരികളിലെ ഭാവം എന്താ സൂചിപ്പിക്കുന്നത്? ഇന്നും പഴി പറഞ്ഞേക്കും, മടങ്ങാതെ വയ്യ. ആ വരികളിലെ ഭാവം തന്നെ കുറിച്ചുള്ള അവജ്ഞാഭാവമാണ് അവിടെ സ്ഫുരിക്കുന്നത്. നിറം പോയ കണ്ണുകൾ എന്തുകൊണ്ടാണ് അമ്മ അടയ്ക്കാതെ വെച്ചത്? അമ്മയ്ക്ക് എന്താ പറ്റിയത്? അമ്മ മരിച്ചതുകൊണ്ട്, അല്ലേ? അമ്മത്തൊട്ടിൽ എന്ന കവിത ആധുനിക സമൂഹത്തിൻ്റെ എന്തു മനോഭാവത്തെയാണ് സൂചിപ്പിക്കുന്നത്? എന്തു മനോഭാവമാണ്? വൃദ്ധജനങ്ങളെ ഉപേക്ഷിക്കുക എന്ന മനോഭാവത്തെയാണ് സൂചിപ്പിക്കുന്നത്. പീളയടിഞ്ഞ് നിറംപോയ കണ്ണുകൾ എന്തേ അടയ്ക്കാതെ വച്ചമ്മ നിർദ്ദയം. ഈ വരികളിൽ പ്രകടമാകുന്നത് എന്താണ്? മരണമാണോ? ഉണർവാണോ? സ്നേഹമാണോ? ഉറക്കമാണോ? എന്താണ്? മരണം. ഒന്നെന്നെ കൊണ്ടുപോയിടേണമെന്നുള്ള ശല്യപ്പെടുത്തൽ. അമ്മ മകനെ എവിടെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞാണ് ശല്യപ്പെടുത്തിയത്? എവിടെ കൊണ്ടുപോകുന്നതാണ്? അമ്പലത്തിലാണോ? കടയിലാണോ? ബീച്ചിലാണോ? പാർക്കിലാണോ? എവിടെയാ? അമ്പലത്തിൽ.
പൊട്ടിക്കരഞ്ഞും ഷഠിച്ചും കുതറിയും എത്തിയതും ഉച്ചയാവോളം അമ്മയാ ചുറ്റുമതിലിൻ പുറത്തന്നു നിന്നതും. എവിടെ കാത്തുനിന്ന കാര്യമാണ് ഇവിടെ പരാമർശിക്കുന്നത്? അമ്മ എവിടെയാണ് കാത്തുനിന്നത്? വിദ്യാലയത്തിന് പുറത്ത്, ചുറ്റുമതിലിന് പുറത്ത് എന്ന് പറയുന്നില്ലേ? അടുത്ത ചോദ്യം, കണ്ണുകൾ മങ്ങിപ്പഴകിയ പിഞ്ഞാണവർണ്ണമായി. ഈ വരികളിൽ ധ്വനിപ്പിക്കുന്ന അർത്ഥസൂചന എന്താണ്? എന്താണ് ഈ വരികളിലെ അർത്ഥം? അമ്മയുടെ കണ്ണിൻ്റെ വെളിച്ചം നഷ്ടപ്പെട്ടു. മങ്ങിപ്പഴകിയ പിഞ്ഞാണവർണ്ണം എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തിനെയാണ്? അമ്മയുടെ കണ്ണുകൾ എങ്ങനെയുള്ള കണ്ണുകളാണ്? പാടയും പീളയും മൂടിയ കണ്ണുകൾ. അടുത്ത ചോദ്യം, അന്നത്തെ സൂചിപ്രയോഗത്തിൻ നീറ്റൽ പോലൊന്ന് മനസ്സിലൂടപ്പോൾ കടന്നുപോയി. ആരുടെ മാനസികാവസ്ഥയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്? മകൻ്റെ, അല്ലേ? എന്താണ് ഈ മാനസികാവസ്ഥ? അയാളിലെ ഭാവം എന്താണ്? അയാളുടെ ദേഷ്യമാണോ, ഭയമാണോ, കുറ്റബോധമാണോ? അയാളുടെ ഏത് മാനസികാവസ്ഥയാണ് ഇവിടെ ധ്വനിപ്പിക്കുന്നത്? അയാളുടെ കുറ്റബോധം. അതാണ് സൂചിപ്രയോഗത്തിൻ നീറ്റൽ പോലെന്ന്, കുറ്റബോധത്തിൻ്റെ നീറ്റൽ. അതാണ് അയാളുടെ മനസ്സിലൂടെ ഉള്ള ഭാവം, കുറ്റബോധമാണ്. നാളേക്ക് വേണ്ടി ഉറങ്ങാൻ ശ്രമിക്കുന്നു. എന്താണ് നാളേക്ക് വേണ്ടി ഉറങ്ങാൻ ശ്രമിക്കുന്നത്? തെരുവീഥികൾ. ആകാശഗോപുരങ്ങളുടെ താഴത്ത് തെരുവീഥികൾ എങ്ങനെ കാണപ്പെടുന്നു? എങ്ങനെയാണ് കാണപ്പെടുന്നത്? വിജനമായി, ആരുമില്ല. വിജനമായി എന്ന് പറഞ്ഞാൽ ആരുമില്ല. പണ്ടു പനിച്ചതും അമ്മയെടുത്തുകൊണ്ട പടി ഓരോന്നും കേറിക്കിതച്ചതും. ജില്ലാശുപത്രിക്ക് സമീപം അമ്മയെ ഉപേക്ഷിക്കാൻ ഒരുങ്ങുമ്പോൾ മനസ്സിലൂടെ കടന്നു പോയതെന്ത്? എന്താണ് കടന്നുപോയത്? സൂചിപ്രയോഗത്തിൻ നീറ്റൽ പോലൊന്ന്. കുറ്റബോധത്തിൻ്റെ നീറ്റൽ എന്ന് നേരത്തെ പറഞ്ഞില്ലേ? അതാണ് ഉത്തരം. അപ്പം ചോദ്യങ്ങൾ തിരിച്ചു മറിച്ചൊക്കെ ചോദിക്കുക സ്വാഭാവികമാണ്. പാഠഭാഗത്തെ വരികൾ നിങ്ങൾക്ക് അത്യന്തം പരിചിതമായിരിക്കണമെന്ന് സാരം. ജില്ലാശുപത്രിക്ക് സമീപം കണ്ടെത്തിയ സ്ഥലം എങ്ങനെയുള്ളതായിരുന്നു? ഒഴിവ് കനത്ത ഒരു ഇരുളിടമാണ് ജില്ലാശുപത്രിക്ക് സമീപം കണ്ടെത്തിയത്. മങ്ങിപ്പഴകിയ പിഞ്ഞാണവർണ്ണമായി എന്ന് കണ്ണുകളെ വിശേഷിപ്പിക്കാൻ എന്താ കാരണം? അമ്മയുടെ കണ്ണുകൾ വാർദ്ധക്യം മൂലം വെളിച്ചം മങ്ങിപ്പോയ അവസ്ഥയിലാണ്. ഉപയോഗിച്ച് പാത്രത്തിൻ്റെ നിറം മങ്ങിയതുപോലെ അമ്മയുടെ കണ്ണുകളും പ്രായാധിക്യം കൊണ്ട് വെളിച്ചം മങ്ങിപ്പോയിരിക്കുന്ന ഒരവസ്ഥയിലാണ്. ഇനി ആ അവസ്ഥയെ എങ്ങനെയാണ് കവി പറയുന്നത്? പാടയും പീളയും മൂടിയ കണ്ണുകൾ. ആ കണ്ണിൻ്റെ അവസ്ഥ എങ്ങനെയാണ്? ആ മങ്ങിയ കണ്ണിൻ്റെ അവസ്ഥ പാടയും പീളയും മൂടിയ കണ്ണുകളാണ്. എങ്ങനെ കൊണ്ടിറക്കേണ്ടു സ്വയം ബുദ്ധികെട്ട് കരിന്തിരിയാളും വരെയവർ. സ്വയം ബുദ്ധികെട്ട് എന്ന പ്രയോഗം ഇവിടെ അർത്ഥമാക്കുന്നത് എന്താണ്? സ്വയം ബുദ്ധികെട്ട് എന്ന് പറഞ്ഞാൽ അമ്മയെ മറവി ബാധിച്ചു, ഓർമ്മക്കേടായി എന്ന് സാരം. എവിടെ കൊണ്ടുപോകണമെന്നാണ് അമ്മ നിരന്തരം മകനോട് ആവശ്യപ്പെട്ടിരുന്നത്? കോവിലിൽ, അല്ലേ? അമ്പലത്തിൽ, ക്ഷേത്രത്തിൽ. അപ്പോൾ ഈ കവിതയിൽ ഉടനീളം കാണുന്ന ആ മകൻ എന്തിൻ്റെ പ്രതീകമാണ്? സ്നേഹത്തിൻ്റെയോ കരുതലിൻ്റെയോ നന്ദികേടിൻ്റെയോ? എന്തിൻ്റെ പ്രതീകമാണ്? സംശയമില്ല, നന്ദികേടിൻ്റെ പ്രതീകമാണ് ഈ കവിതയിലെ മകൻ. പിൻസീറ്റിൽ എത്രയ്ക്കു നേരെ ഇരുത്തിയിട്ടും ഓരം ചെരിഞ്ഞു മടങ്ങിയിരുന്നമ്മ. ഈ മകൻ അമ്മയെ എവിടേക്കാണ് കൊണ്ടുപോകുന്നത്? സംശയം വേണ്ട, അല്ലേ? ഉപേക്ഷിക്കുന്നതിന്. ഓരം എന്ന പദത്തിന് അർത്ഥം എന്താ? ഓരം വശം, അല്ലേ? ഏറെ തണുക്കുന്നു ചില്ലുയർത്തിയിടുമ്പോൾ ഓർത്തു കരിമ്പടം അമ്മ വയറ്റത്ത് പറ്റിക്കിടക്കുന്ന ചൂട്. പുലർച്ചയിൽ ഓലക്കുടികൾ പുകയുന്നതിൻ മണം, അല്ലേ? അമ്മ വയറ്റത്തെ ചൂടിനെ കുറിച്ച് അയാൾ ഓർക്കുന്ന എപ്പോഴാണ്? തണുപ്പ് മൂലം ചില്ല് ഉയർത്തിയപ്പോൾ. എങ്ങനെയുള്ള ഗന്ധമാണ് അയാളുടെ ഓർമ്മയിലെത്തിയത്? മുഷിവുമായി കാച്ചെണ്ണ ചേരുന്ന ഗന്ധം. ഓലക്കൊടികൾ പുകയുന്നതിൻ മണം എപ്പോഴാണ് അനുഭവപ്പെടാറുള്ളത്? സന്ധ്യയിലാണോ, പുലർച്ചയിലാണോ, ചൂട്ട് കത്തിക്കുമ്പോഴാണോ, എപ്പോഴാണ്?
സമയസൂചനയാണ്. എപ്പോഴാണ്? പുലർച്ചയിൽ. അമ്മയുടെ കൈകളെ എന്തിനോടാണ് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത്? ചുള്ളിയോട്, ചുള്ളിക്കമ്പിനോട്. ഉണങ്ങി വരേണ്ട ചുള്ളിക്കമ്പിനോടാണ് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെയും മുന്നോട്ട് വെട്ടമില്ലാളില്ല കുട്ടി ഏകാന്തത കണ്ട് പൊത്തിക്കളിക്കുന്ന വിദ്യാലയ മുറ്റമുണ്ടൊന്നിനി. മകനിപ്പോൾ എവിടെയൊക്കെയാണ് അമ്മയെ കൊണ്ട് പോകുന്നത്? വിദ്യാലയ മുറ്റത്ത് അല്ലേ? ആ വിദ്യാലയ മുറ്റത്താണ് അമ്മ ഉച്ചയാവോളം ചുറ്റുമതിലിന് പുറത്ത് മകൻ്റെ കരച്ചിലിനെ കാതോർത്ത് നിന്നത്. വിദ്യാലയത്തിലെ ഓർമ്മകൾ മനസ്സിലേക്ക് കടന്നു വന്നപ്പോൾ മകൻ ചെയ്തത് എന്താണ്? അമ്മ ഇവിടെ ഇറക്കി വിട്ടോ? എന്താ ചെയ്തത്? വാഹനം മുന്നോട്ടെടുത്തു അല്ലേ? വാഹനം മുന്നോട്ടെടുത്തു എന്ന് പറഞ്ഞാൽ മകൻ അമ്മയെ അവിടെ ഇറക്കിയില്ല.